രാഹുൽ ഈശ്വർ അറസ്റ്റിൽ. ജാമ്യമില്ലാ വകുപ്പ് ചുമത്തി. ആദ്യം അകത്തായത് 5-ാം പ്രതി. അതിജീവതയെ അപമാനിച്ചെന്ന കേസിൽ രാഹുൽ ഈശ്വറിനെ അറസ്റ്റ് ചെയ്തിരിക്കുകയാണ്. കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തതിന് പിന്നാലെയാണ് സൈബർ പോലീസ് ജാമ്യമില്ലാ വകുപ്പ് ചുമത്തി അറസ്റ്റ് രേഖപ്പെടുത്തിയത്. രാഹുലിനെ ഇന്ന് രാവിലെ കോടതിയിൽ ഹാജരാക്കും. അതിജീവതയ്ക്കെതിരെ ലൈംഗിക ചുവയുള്ള പരാമർശം നടത്തിയെന്ന് കണ്ടെത്തിയതിനെ തുടർന്ന് ജാമ്യമില്ലാ വകുപ്പ് ചേർത്തത്. രാഹുലിന്റെ ലാപ്ടോപ്പ് കസ്റ്റഡിയിലെടുത്തു. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ലൈംഗിക പീഡന പരാതി ഉന്നയിച്ച യുവതിയെ അപമാനിച്ചെന്ന കേസിൽ കോൺഗ്രസ് വക്താവ് സന്ദീപ് വാര്യരും പ്രതിയാണ്. കേസിൽ 4-ാം പ്രതിയാണ് സന്ദീപ് വാര്യർ. കേസിൽ മഹിളാ കോൺഗ്രസ് പത്തനംതിട്ട ജില്ലാ സെക്രട്ടറി രഞ്ജിത പുളിക്കലാണ് 1-ാം പ്രതി. അഡ്വക്കേറ്റ് ദീപ ജോസഫ് 2-ാം പ്രതിയും ദീപ ജോസഫ് 3-ാം പ്രതിയുമാണ്. പരാതിക്കാരിയുടെ വ്യക്തിഗത വിവരങ്ങൾ വെളിപ്പെടുത്തുക, സ്ത്രീത്വത്തെ അപമാനിക്കൽ, ഭീഷണിപ്പെടുത്തൽ അടക്കമുള്ള കുറ്റങ്ങളാണ് ഇവർക്കെതിരെ ചുമത്തിയിട്ടുള്ളത്. എന്നാൽ 5-ാം പ്രതിയായ രാഹുൽ ഈശ്വറിനെയാണ് സൈബർ പോലീസ് കസ്റ്റഡിയിലെടുത്തതും അറസ്റ്റ് ചെയ്തതും. ഇതിനിടെ യുവതിയുടെ പേര് ആദ്യം വെളിപ്പെടുത്തിയത് ഡിവൈഎഫ്ഐ നേതാവാണെന്ന് ആരോപിച്ച് സന്ദീപ് വാര്യർ രംഗത്തെത്തിയിരുന്നു. ഡിവൈഎഫ്ഐ ബ്ലോക്ക് പ്രസിഡന്റ് ഇരയുടെ ഐഡന്റിറ്റി വെളിപ്പെടുത്തുന്ന രീതിയിൽ ഇരയെ വിവാഹം ചെയ്തു കൊണ്ടുവന്ന വീടിന് പരിസരത്ത് മൈക്ക് കെട്ടി പ്രസംഗിക്കുന്നതിന്റെ വീഡിയോ ഉണ്ടെന്ന് അദ്ദേഹം പറഞ്ഞു. ഇതേ ബ്ലോക്ക് പ്രസിഡന്റ് ഫേസ്ബുക്കിൽ ഒക്ടോബർ മാസത്തിൽ ഇരയുടെ ഭർത്താവിന്റെ രാഷ്ട്രീയമടക്കം ചൂണ്ടിക്കാണിച്ച് അപമാനിക്കുന്ന നിരവധി ഫേസ്ബുക്ക് പോസ്റ്റുകൾ ചെയ്തിട്ടുണ്ടെന്ന് സന്ദീപ് വാര്യർ പറയുന്നു. തനിക്കെതിരായ നീക്കം രാഷ്ട്രീയ പ്രേരിതമാണെന്നും സന്ദീപ് വാര്യർ പറഞ്ഞു. അറസ്റ്റിലായതിനു പിന്നാലെ രാഹുൽ ഈശ്വറിനെ ട്രോളി കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് മുൻ പ്രസിഡന്റും CPM നേതാവുമായ PP ദിവ്യ രംഗത്ത് വന്നു. ഈശ്വര പുരുഷ കമ്മീഷൻ എന്ന് പറഞ്ഞ് പുരുഷന്മാരെ അപമാനിക്കരുത്. എല്ലാ പുരുഷന്മാരും രാഹുൽമാരല്ല. രാഹുൽ സ്നേഹ സംഭാഷണത്തിനായി കൂട്ടിക്കൊണ്ടുപോയിട്ടുണ്ട് എന്നാണ് ദിവ്യ കുറിച്ചത്. നേരത്തെ ലൈംഗിക ആരോപണം നേരിടുന്ന കോൺഗ്രസ് നേതാവ് രാഹുൽ മാങ്കൂട്ടത്തിലെ പിന്തുണച്ചതിൽ നടിമാരായ അനുശ്രീക്കും സീമാജി നായർക്കുമെതിരെ രൂക്ഷ പ്രതികരണവുമായി PP ദിവ്യ രംഗത്ത് വന്നിരുന്നു. രാഹുൽ മാങ്കൂട്ടത്തിൽ ജയിലിന് പുറത്ത് കഴിയുന്ന ഗോവിന്ദചാമിയാണെന്നും ഇങ്ങനെയുള്ള ഗോവിന്ദചാമിമാരെ സൃഷ്ടിക്കുന്നതിൽ അനുശ്രീയെയും സീമയെയും പോലുള്ളവരുടെ പിന്തുണയും ആലിംഗനവും പ്രോത്സാഹനവുമാണെന്നായിരുന്നു ദിവ്യ കുറിച്ചത്.